ഹലോ, എൻ്റെ പേര് ഡോക്ടർ ദീപക് വി. കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ആണ്, ജോസ്ഗിരി ഹോസ്പിറ്റൽ, തലശ്ശേരി. നമുക്കറിയാം ഇന്ന് വേൾഡ് COPD ഡേ ആണ്. അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ് അതിൻ്റെ ദിവസമാണ്. അപ്പോൾ COPD എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖമാണ്. അത് മെയിനായിട്ട് വരുന്നത് നമ്മൾ പുകയില, സിഗരറ്റ്, ബീഡി തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മൂലവും, പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പുകയുള്ള അടുപ്പ് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ പുക ശ്വസിക്കുന്നത് മൂലവും, അതുപോലെ എന്താ പറയാ, നമ്മുടെ ഇപ്പം മെയിൻ പ്രശ്നമായിട്ടുള്ളത് അത് വായുമലിനീകരണമാണ്. അങ്ങനെ വായുമലിനീകരണത്തിലൂടെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് COPD എന്ന അസുഖം ഉണ്ടാവുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചുമ, ചുമ ഉണ്ടാവും. അത് കഫത്തോട് കൂടിയോ അല്ലാതെയോ ആയിട്ടുള്ള ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ഞൊരു ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇത് COPD എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമ്മൾ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക, പുറത്ത് പോകുന്ന സമയത്തൊക്കെ മാസ്ക് ധരിക്കുക, പിന്നെ പുകയില പോലത്തെ ശീലങ്ങൾ ഒഴിവാക്കുക എന്നതുപോലെ നമുക്ക് COPD എന്ന അസുഖത്തിനെ പ്രധാനമായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഈ അസുഖം എന്ന് പറയുന്നത് ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഒരുപാട് മരുന്നുകളും ഇതൊക്കെ ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. COPD എന്ന അസുഖത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അസുഖം നമുക്ക് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, പുകയില പോലത്തെ സംഭവങ്ങൾ ഒഴിവാക്കുക, ശുദ്ധവായു ശ്വസിക്കുക, അതുപോലെ നമ്മുടെ ശ്വാസകോശം നമുക്ക് രക്ഷിക്കാൻ പറ്റും. താങ്ക് യു.